Welcome to all. I am Satish Kumar. KCB sub-engineer, meter reader, overseer, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇവർക്കൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസറും പാർട്ട് 2 ആണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഓക്കെ, 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. KWH meters are classified as dash instrument. കിലോ വാട്ട് അവർ മീറ്റേഴ്സ് ഇതിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്: ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ്, ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ്, ഡിജിറ്റൽ ടൈപ്പ്, റെക്കോർഡിംഗ് ടൈപ്പ്. ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ എഫക്റ്റ് ഉണ്ടാക്കുന്ന അളവുകൾ, ആ മെഷർമെന്റ്സുകൾ അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന മീറ്ററുകളാണ് ഈ ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് മീറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്തൊരു പെർമനന്റ് മൂവിംഗ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ആയിട്ട് മീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ അങ്ങനെ വിളിക്കാം. അപ്പൊ ആ മൂവിംഗ് കോയിൽ മീറ്ററുകൾ എന്ന് പറയുന്നത് നമ്മുടെ മൂവിംഗ് കോയിൽ MC മീറ്റേഴ്സ് ഒക്കെ ഇതിന് ഒരു എക്സാമ്പിൾ ആണ്. ഇനി രണ്ടാമത് കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റിംഗ് മീറ്റേഴ്സ്. ഇന്റഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു സർക്യൂട്ടിൽ ഉണ്ടാക്കുന്ന മൊത്തം എനർജിയെയും അത് അതുപോലെ അളന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക. ഇതിനെയാണ് നമ്മൾ എന്താ ഇന്റഗ്രേറ്റിംഗ് മീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഉദാഹരണമായെന്നുള്ള വാട്ട് അവർ മീറ്റേഴ്സ് ആണ്. ഓക്കെ, ഇനി ഡിജിറ്റൽ മീറ്റേഴ്സ് നിങ്ങൾക്ക് അറിയാം. അതിനകത്ത് സ്റ്റോറിങ് വേണമെങ്കിൽ സ്റ്റോറിങ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഒരു പ്രസന്റ് വാല്യൂ മാത്രം കാണാനാണെങ്കിൽ നമുക്ക് അത് കിട്ടും. അപ്പൊ അതൊക്കെ നമ്മൾ അങ്ങനത്തെ ഒരുപാട് മീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ലേറ്റസ്റ്റ് ടെസ്റ്ററുകൾ പോലും ഇപ്പൊ അങ്ങനെ നമുക്ക് ഡിജിറ്റലായിട്ട് എഴുതി കാണിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് മീറ്റേഴ്സ്. ഇതെന്ന് പറയുമ്പോൾ ഒരു സമയത്തിനനുസരിച്ച് ഉണ്ടാകുന്ന ചെറിയ ചെറിയ വേരിയേഷൻസിനെ അപ്പോഴപ്പോഴും റെക്കോർഡ് ചെയ്തെടുക്കുക. അപ്പൊ അത് നമുക്ക് ഏറ്റവും ECG ഒക്കെ ശരിക്കും പറഞ്ഞാണെങ്കിൽ നമുക്ക് അതിന്റെ എക്സാമ്പിൾ എടുക്കാം. കാര്യം നമ്മുടെ ഇതൊക്കെ വയ്ക്കുമ്പോൾ ആ പൾസിനനുസരിച്ച്, ഹാർട്ട് ബീറ്റിനനുസരിച്ച് അതിങ്ങനെ വേരി ചെയ്തുള്ള റീഡിങ്സ് അപ്പോഴും ഇങ്ങനെ വരച്ച് ഗ്രാഫ് ഷീറ്റിലൊക്കെ ഇങ്ങനെ വരച്ച് കാണിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോ ഇതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണും. അപ്പൊ നമ്മളെ കിലോ വാട്ട് അവർ മീറ്റേഴ്സ് എന്ന് പറയുന്നതിന് ആരാണ് അത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഇന്റഗ്രേറ്റിംഗ് മീറ്റർ ആണ്. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ. പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ് ഈസ് യൂസ്ഡ് ഫോർ കണക്ടിംഗ് ഡാഷ്. ഈ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ PTs എവിടെയാണ് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഓപ്ഷൻസ് നോക്കാം. എനർജി മീറ്റർ ടു ഹൈ കറണ്ട് ലൈൻ. നമ്മുടെ എനർജി മീറ്ററുകളിൽ ഒരുപാട് കറണ്ട് എടുക്കുന്ന എനർജി മീറ്ററുകളിനകത്ത് ഉപയോഗിക്കുന്ന സാധനമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കറണ്ട് ട്രാൻസ്ഫോമർ CT ആണ്. ഈ കറണ്ട് ലൈനുള്ളതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിനകത്ത് ഉപയോഗിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കും, പക്ഷേ അവിടെ നമുക്ക് കറണ്ട് അളക്കാനല്ല ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തത് വെൽഡിംഗ് മെഷീൻ. വെൽഡിംഗ് മെഷീനകത്ത് വരുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഹൈ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ആണ്. അത് എയർ കൂൾഡും ഉണ്ട്, ഓയിൽ കൂൾഡും ഉണ്ട്. ഇനി മൂന്നാമത്തെന്ന് പറയുമ്പോഴത്തേക്ക് വോൾട്ട് മീറ്റർ ടു ദ ഹൈ വോൾട്ടേജ് ലൈൻ. അപ്പം ഒരുപാട് വലിയ വോൾട്ടേജുകൾ അളക്കാൻ വേണ്ടി അതിന് ചെറിയ വാല്യൂ ആയിട്ട് കാണിച്ചുകൊണ്ട് അളക്കുക, അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതാണ് കൊമേഴ്സ്യൽ പർപ്പസ് ആയിട്ടുള്ള. കൊമേഴ്സ്യൽ പർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വാണിജ്യ അവസാനത്തിലുള്ള സാധനങ്ങൾക്ക് നമ്മൾക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന മീറ്റേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഇപ്പൊ ഏകദേശം ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കാണും. ആൻസർ എന്ന് പറയുന്നത് വോൾട്ട് മീറ്റർ ടു ദ ഹൈ വോൾട്ടേജ് ലൈൻ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു എനർജി മീറ്റർ ടു ഹൈ കറണ്ട് ലൈൻ എന്ന് പറഞ്ഞു. നമ്മളെ CT PT വരുന്ന HT കൺസ്യൂമേഴ്സ് ഉണ്ട്. ട്രാൻസ്ഫോമറുകളുള്ള കൺസ്യൂമേഴ്സിന് ഈ രണ്ടും CT ഉപയോഗിക്കാറുണ്ട്, ഈ PT ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, 28ാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ ട്രാക്ഷൻ പർപ്പസ് ഡാഷ് മോട്ടോർ ഈസ് യൂസ്ഡ്. ട്രാക്ഷൻ മോട്ടോഴ്സ് എന്ന പേര് പറഞ്ഞ് തന്നെ ഒരെണ്ണമുണ്ട്. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. DC കോമ്പൗണ്ട് മോട്ടോർ, DC സീരീസ് മോട്ടോർ, 3 ഫേസ് സ്ക്വിറൽ കേജ് മോട്ടോർ, DC ഷണ്ട് മോട്ടോർ. അപ്പോ DC കോമ്പൗണ്ട് മോട്ടോർ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ആർമേച്ചർ ഉണ്ട്, പിന്നെ അതിന് പാരലായിട്ട് ഷണ്ട് വൈൻഡിങ് ഉണ്ട്, അതുപോലെ തന്നെ ആർമേച്ചറിന് സീരീസ് ആയിട്ട് ഒരു സീരീസ് വൈൻഡിങ് ഉണ്ട്. ഇതിനെയാണ് കോമ്പൗണ്ട് മോട്ടോർ എന്ന് പറയുന്നത്. ഇനി അതൊന്നും നമുക്ക് എന്താണ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്തില്ല. ഈ ട്രാക്ഷൻ മോട്ടോർ, ട്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് കിട്ടണം, നല്ല പവർ കിട്ടണം, ലോഡ് കുറയ്ക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ വോൾട്ടേജ് കൂടുതൽ കിട്ടുന്നതനുസരിച്ച് നല്ല പുള്ളിങ്ങിൽ പോകാൻ വെക്കണം. അതൊക്കെയാണ് ഒരു ട്രാക്ഷൻ മോട്ടോറിന്റെ ഉദ്ദേശം.
ഒരു DC സീരീസ് മോട്ടോർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ലോഡ് കൊടുത്തേ സ്റ്റാർട്ട് ചെയ്യാവൂ. ലോഡ് ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ സ്പീഡിൽ വന്നിട്ട് അതിന്റെ ചിലപ്പോൾ ഇളകി തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി 3-phase സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ എന്നൊക്കെ അറിയാം. അപ്പം നമ്മള് എന്തായാലും AC ആണ് വരുന്നതെങ്കിലും നമുക്കകത്ത് ഉപയോഗിക്കുന്ന മോട്ടോഴ്സ്, ട്രെയിനിനകത്ത് ഉപയോഗിക്കുന്ന മോട്ടോഴ്സ് എന്ന് പറയുന്നത് DC മോട്ടോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ എന്തായാലും 3-phase സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി നാലാമത്തെ DC ഷണ്ട് മോട്ടോർ. ഷണ്ട് മോട്ടോർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടോർ എന്നാണ്. അപ്പൊ അതിനകത്ത് സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ വലിയ പാടാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അത്രയുള്ള സ്പീഡ് കൂട്ടൊക്കെ ഒന്നും അതിനകത്ത് നടക്കുന്നില്ല. നടക്കുമെങ്കിലും നമ്മൾ വിചാരിക്കുന്ന അത്രയുള്ള ഒരു സ്റ്റാർട്ടിങ് ടോർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുന്നില്ല. അപ്പോ നമ്മുടെ ഫോർ ട്രാക്ഷൻ പർപ്പസ് ഡാഷ് മോട്ടോർ ഈസ് യൂസ്ഡ് എന്നുള്ള ക്വസ്റ്റ്യന്റെ 28ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് DC സീരീസ് മോട്ടോർ. ഓക്കെ, അപ്പൊ ഇനി മറന്നു പോകരുത്, ട്രാക്ഷൻ മോട്ടോർ എന്ന് പറഞ്ഞ പേര് കേട്ടാൽ അപ്പോഴും ഓർമ്മിച്ചോളാം DC സീരീസ് മോട്ടോർ. 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എ ഡൊമസ്റ്റിക് സ്റ്റെയർകേസ് വയറിംഗ് ഓപ്പറേറ്റഡ് വിത്ത് ഡാഷ് സ്വിച്ച്. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സ്റ്റെയർകേസ് വയറിംഗ് സിസ്റ്റത്തില് ഏത് സ്വിച്ച്, എത്ര സ്വിച്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഓപ്ഷൻസിലേക്ക് നോക്കാം. 2 SPDT, അതായത് 2A സ്വിച്ചസ്, 1 ഇന്റർമീഡിയറ്റ് ആൻഡ് 1 SPDT, 2 SPSC എന്ന് പറഞ്ഞാൽ 1-way സ്വിച്ച്, 1 SPSC ആൻഡ് 1 SPDT. ഓക്കെ, അപ്പൊ 2 SPDT 2. അപ്പൊ അങ്ങനെ 2 SPDT സ്വിച്ചുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേപോലെ തന്നെ അപ്പുറം ഇപ്പുറം നിന്ന് ഒരേ സമയത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. ഇനി 1 ഇന്റർമീഡിയറ്റ് ആൻഡ് 1 SPDT. ഈ ഇന്റർമീഡിയറ്റ് സ്വിച്ച് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്റ്റെയർകേസ് വയറിങ്ങിനെ, നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെയർകേസ് വയറിങ്ങിനെ തന്നെ മൂന്നാമത്തെ സ്ഥലത്ത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വന്നാൽ അതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ്. അപ്പൊ ഒരു ഇന്റർമീഡിയറ്റും ഒരു SPDT മാത്രം വെച്ചാൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനി 2 SPSC സ്വിച്ച്. അപ്പൊ ഈ 1-way അല്ലെങ്കിൽ SPSC സ്വിച്ച് വെച്ച് നമുക്ക് സ്റ്റെയർകേസ് ചെയ്യാൻ പറ്റില്ല എന്നറിയാം. അപ്പൊ എന്തായാലും ആൻസർ അതല്ല. ഇനി 1 SPSC ആൻഡ് 1 SPDT, അത് നമുക്കറിയാം. ഈ SPSC വന്നാൽ തന്നെ അത് സ്റ്റെയർകേസ് ആക്കാൻ വലിയ പാടാണ്. പിന്നെ ഈ 1 SPSC ആൻഡ് 1 SPDT എന്ന് പറയുന്നത് വേണമെങ്കിൽ ഗോഡൌൺ വയറിങ്ങിന്റെ 2 ലൈറ്റ് ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2 SPDT, അതായത് 2-way സ്വിച്ചസ് എന്നുള്ളതാണ്. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ. ദ എർത്ത് കണ്ടക്ടർ പ്രൊവൈഡ്സ് ദ പാത്ത് ടു ഗ്രൗണ്ട് ഫോർ ഡാഷ്. എർത്ത് കണ്ടക്ടർ നമ്മള് എന്താണ് ഗ്രൗണ്ടിലേക്ക് ഒരു പാത്താക്കി, ഒരു വഴിയാക്കി കൊടുക്കുന്നത് എന്ത് പ്രൊവൈഡ് ചെയ്യാനാണെന്നാണ് ചോദിക്കുന്നത്. എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? അപ്പൊ നമുക്ക് അതിന്റെ ഓപ്ഷൻസ് നോക്കാം. ഓവർ കറണ്ട്, ലീക്കേജ് കറണ്ട്, ഹൈ വോൾട്ടേജ്, ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. അപ്പൊ ഓവർ കറണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് MCBയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വഴി ട്രിപ്പ് ആയിക്കോളും. ഇനി അല്ലെങ്കിൽ തന്നെ ഫ്യൂസ് ഉണ്ടെങ്കിൽ ഫ്യൂസ് വഴി ട്രിപ്പ് ആയിക്കോളും. അത് ഇതുമായിട്ട് നമുക്ക് റിലേഷൻ അല്ല. ഇനി ലീക്കേജ് കറണ്ട് തന്നെ ഒരു ബോഡിയിലോ ഒരു വയറിംഗ് സർക്യൂട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്യുപ്മെന്റിന്റെ ബോഡിയിലോ ഒക്കെ വന്ന് പറ്റുന്ന കറണ്ടാണ്. അപ്പൊ അത് ഏതെങ്കിലും എക്യുപ്മെന്റുകൾ വഴി ലീക്കേജ് ആയി ബോഡിയിലെത്തി പോകുന്ന സാധനമാണ്. അപ്പൊ അത് അങ്ങനെ ഒരു കറണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമതെന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ടേജ്, ലൈറ്റിംഗ് മൂലമോ ഡബിൾ ഫേസ് കയറുമ്പോഴോ ഒക്കെ ഉണ്ടാവുന്ന വോൾട്ടേജസിനെ കൊണ്ട് വെളിയിലേക്ക് കളയുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. നാലാമത്തെ ഓപ്ഷൻ ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. അത് ഈ ഓവർ കറണ്ട് അതിന്റെ റിലേറ്റഡ് ആണ്. ഒന്ന് ലൈൻ തമ്മിൽ തട്ടുമ്പോൾ, അത് മറ്റേത് നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ കറണ്ട് കൂടി ഓവർ ആയി കഴിയുമ്പോൾ. ഓക്കെ, അപ്പോ നമുക്ക് ഉറപ്പിക്കാം എയും ഡിയും അല്ല. പിന്നെ ഉള്ളത് ഹൈ വോൾട്ടേജ് ആണോ? അല്ല, അതുമല്ല. അപ്പൊ പിന്നെ എന്തായിരിക്കും നമ്മുടെ ഉത്തരം ബി, ദ ലീക്കേജ് കറണ്ട്. ഇനി 31ാമത്തെ ചോദ്യം. ഫ്യൂസ് ഓപ്പറേറ്റഡ് ഡ്യൂ ടു ദ എഫക്ട് ഓഫ് ഡാഷ് ഇലക്ട്രിക് കറണ്ട്. അപ്പോ ഫ്യൂസ് അത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, എന്തിന്റെ ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. മാഗ്നറ്റിക്, ഹീറ്റിംഗ്, കെമിക്കൽ, ഇലക്ട്രോസ്റ്റാറ്റിക്. അപ്പോ മാഗ്നറ്റിക്, കാന്തികമായിട്ടുള്ളത് അല്ല. പിന്നെ ഹീറ്റിംഗ്, ചൂടായി ഉരുകി പോകുന്നത്. മൂന്നാമത്തത് കെമിക്കൽ, അതായത് എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കുക, അതുമല്ല. നാലാമത് ഇലക്ട്രോസ്റ്റാറ്റിക്സും അല്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഹീറ്റിംഗ്, അതായത് ചൂടായി ഉരുകി പോകുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
ഓക്കെ, നമുക്ക് 32ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദ പ്രോസസ് ബൈ വിച്ച് ആൻ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ DC ജനറേറ്റർ ഈസ് കോൾഡ്. ഒരു DC ജനറേറ്ററിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, അതായത് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് പ്രോസസ്സിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ഡൈനാമിക്, കെമിക്കൽ, സ്റ്റാറ്റിക്, തെർമൽ. ഡൈനാമിക് എന്ന് പറയുമ്പോൾ അതിനകത്ത് മാഗ്നറ്റിക് എഫക്ട് വന്ന് ഡൈനാമിക് അതിനകത്ത് കണ്ടക്ടേഴ്സ് ആണ് കട്ട് ചെയ്ത് വരുന്നത്. ഇനി കെമിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ബാറ്ററിയൊക്കെ കെമിക്കൽ റിയാക്ഷനകത്താണ്. സ്റ്റാറ്റിക് ആയിട്ടുള്ളത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പെർമനന്റ് ഇതിനകത്ത് ഇരിക്കുന്നത് അതിന്റെ കട്ട് ചെയ്ത് പോകുന്നത്. അതായത് നമ്മളെ ട്രാൻസ്ഫോമർ വേണമെങ്കിൽ ശരിക്കും അങ്ങനെ പറയാം. അപ്പൊ ഇനി അടുത്തത് തെർമൽ, ചൂടാവുമ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ എന്നൊക്കെ നോക്കിക്കാം. ഡൈനാമിക് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, 33ാമത്തെ ചോദ്യം. സ്പീഡ് ഓഫ് എ സിങ്ക്രണസ് മോട്ടോർ ഈസ് ഡാഷ്. ഒരു സിങ്ക്രണസ് മോട്ടോർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എപ്പോഴും ഒരു വേരിയബിൾ ചെയ്യാത്ത സ്പീഡ് ഉണ്ടാവും. അപ്പോ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. റിമെയിൻ കോൺസ്റ്റന്റ്, ഇൻക്രീസ് ബൈ ലോഡ് ഇൻക്രീസിംഗ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദ എബവ്. എപ്പോഴും കോൺസ്റ്റന്റ് സ്പീഡ് ആയിരിക്കും, അല്ലെങ്കിൽ ലോഡ് കൂട്ടുമ്പോൾ ഇതിന്റെ സ്പീഡും കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ അല്ലെങ്കിൽ എയും ബിയും ഉണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും അല്ല. ഞാനതേ പറഞ്ഞ സിങ്ക്രണസ് മോട്ടോർ എന്ന് എപ്പോഴും അതിനകത്തൊരു കോൺസ്റ്റന്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ദ സ്പീഡ് ഓഫ് എ സിങ്ക്രണസ് മോട്ടോർ ഈസ് റിമൈൻ കോൺസ്റ്റന്റ്. അടുത്ത 34ാമത്തെ ചോദ്യം. കറണ്ട് ഇൻ എ DC സീരീസ് മോട്ടോർ ഈസ് ഡാഷ്. ഒരു DC സീരീസ് മോട്ടോറിൽ കറണ്ട് എന്തായിരിക്കും എന്നാണ് ചോദിക്കുക. സീരീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സീരീസ് സർക്യൂട്ടിനകത്ത് എപ്പോഴും കറണ്ട് കോൺസ്റ്റന്റ് ആണ്, അല്ലേ? ഇവിടെ നോക്കാം. സെയിം ഇൻ എവരിവെയർ, ഡിഫറന്റ് ഇൻ സീരീസ് ഫീൽഡ് ആൻഡ് ആർമേച്ചർ, കറണ്ട് ഇത് 0, നൺ ഓഫ് ദ എബവ്. ഇത് എല്ലാ സ്ഥലത്തും ഒരേ കറണ്ട് ആയിരിക്കും. ഒരു DC സീരീസ് മോട്ടോർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തുണ്ടാവും? ഒരു ആർമേച്ചറും ഉണ്ടാവും, ഒരു ചെറിയ സീരീസ് വൈൻഡിങ്ങും ഉണ്ടാവും. അപ്പൊ ഇവിടെ സെയിം ഇൻ എവരിവെയർ, എല്ലായിടത്തും ഒരേ കറണ്ട് ആയിരിക്കും. ഡിഫറന്റ് ഇൻ സീരീസ് ഫീൽഡ് ആൻഡ് ആർമേച്ചർ, ആർമേച്ചറിലും സീരീസ് ഫീൽഡിലും ഡിഫറന്റ് കറണ്ട് ആയിരിക്കും. ഇനി കറണ്ട് 0 ആയിരിക്കും. 4ാമത് ഇതൊന്നുമല്ല. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു സീരീസ് സർക്യൂട്ടില് എന്താണ്, ഒരു സീരീസ് സർക്യൂട്ട് എടുത്താൽ തന്നെ അതിനകത്ത് കറണ്ട് എപ്പോഴും എല്ലായിടത്തും സെയിം ആയിരിക്കും. അതുപോലെ DC സീരീസ് മോട്ടോർ എന്ന് പറഞ്ഞാൽ മോട്ടോറിനകത്ത് എന്തായിരിക്കും? സെയിം ഇൻ എവരിവെയർ ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ കറണ്ട് ഇൻ എ DC സീരീസ് മോട്ടോർ ഈസ് സെയിം ഇൻ എവരിവെയർ. ഓക്കെ, 35ാമത്തതും ഈ വീഡിയോയിലെ അവസാനത്തെയും ചോദ്യമാണ്. എ DC സീരീസ് മോട്ടോർ ആൾവേസ് സ്റ്റാർട്ട് വിത്ത് ഡാഷ് കണ്ടീഷൻ. ഒരു സീരീസ് മോട്ടോർ എല്ലായ്പ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കണ്ടീഷനിലായിരിക്കണം. അത് ഏത് കണ്ടീഷൻ എന്നുള്ളത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം. നോ ലോഡ്, ഫുൾ ലോഡ്, മിനിമം ലോഡ്, 3/4 ലോഡ്. അപ്പോ സീരീസ് മോട്ടോർ നമ്മൾ നേരത്തെ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു, ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കാണ്, ലോഡ് കൊടുക്കാതെ സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അത് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കാണ്. ഇളവി തെറിച്ച് പോകാനൊക്കെ, ഫൗണ്ടേഷനൊക്കെ പൊട്ടി ഇളവി തെറിച്ച് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന്. അപ്പൊ നോ ലോഡ് എന്തായാലും അല്ല. ഇനി ഫുൾ ലോഡിൽ നമുക്ക് എന്തായാലും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല, സ്റ്റക്കായി നിന്നു പോകും. പിന്നെ വരുന്നത് മിനിമം ലോഡ്, ചെറിയൊരു ലോഡ് കൊടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. മൂന്നാമത്തത് 3/4, അതായത് 75% ലോഡ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. ഈ 75% ലോഡ് കൊടുത്താലും ഫുൾ ലോഡ് കൊടുത്താലും ഏകദേശം സെയിം ആണ് എഫക്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്, മിനിമം ലോഡ്. എ DC സീരീസ് മോട്ടോർ ആൾവേസ് സ്റ്റാർട്ട് വിത്ത് എ മിനിമം ലോഡ് കണ്ടീഷൻ. ഓക്കെ, അപ്പോ KSEB സബ് എഞ്ചിനീയർ, മീറ്റർ റീഡർ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഓവർസിയറിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന വീഡിയോയുടെ പാർട്ട് 2 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ പുതിയൊരു വീഡിയോയുമായിട്ട് എത്തുന്നത് വരെ കാത്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആദ്യത്തെ സ്ലോട്ടിൽ കാണുന്ന ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുക ചെയ്യണം നമുക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ. അപ്പോൾ അടുത്ത വീഡിയോ വരെ താങ്ക് യു.